ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എക്സാമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞു. നിങ്ങളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. അപ്പം ഈ വെക്കേഷൻസ് ഒക്കെ അല്ലേ, അപ്പോൾ കാരണം ഇപ്പോൾ ചെറുതായിട്ടൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ മമ്മയ്ക്ക് ഹോസ്പിറ്റലിലൊരു MRI സ്കാൻ എടുക്കാനുണ്ട്. പിന്നെ പെരുന്നാളിനൊരു ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ടാണ്. എന്തായാലും നമുക്ക് പൊളിക്കല്ലേ. അപ്പോൾ അതേ ഓട്ടോ വന്നു, ഞങ്ങൾ കയറി. അപ്പോൾ വളാഞ്ചേരി ഭയങ്കര തിരക്കും ബ്ലോക്കും ഉണ്ടായിരുന്നു. കാരണം ഈ പെരുന്നാളിൻ്റെ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ അത് കാരണം അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റീഫ്രഷ്മെൻറ്റിന് വേണ്ടിയിട്ട് നില ബേക്കറി കയറി ലൈറ്റായിട്ട് കഴിച്ചു. 2 അവിൽ മിൽക്കും ഒരു ഫലൂദയുമായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. ഞങ്ങൾക്ക് ആദ്യം മിംസിലായിരുന്നു പോകേണ്ടിണ്ടായിരുന്നത്. അത് എന്താണെന്ന് വെച്ചാൽ മമ്മയ്ക്ക് MRI സ്കാൻ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഒരു ചെറിയ ഷോപ്പിങ്ങിനും വേണ്ടി പോകാനുണ്ടായിരുന്നു, ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞങ്ങൾ മിംസിലെത്തി. കോട്ടയ്ക്കൽ മിംസായിരുന്നു. ഓൾവേസ് മിംസിൻ്റെ അകത്ത് നല്ല റഷ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇനി പോയി നോക്കട്ടെ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എപ്പോഴാണ് ഫ്രീ ആവുകയെന്ന് നോ ഐഡിയ. അപ്പോൾ കുറേ വണ്ടി ഇറങ്ങുന്നുണ്ട്, കയറുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ബിൽഡിങ്ങിൻ്റെ പണിയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അത്യാവശ്യം ഒന്നും കൂടെ ഡെവലപ്പായിട്ടുണ്ട് മിംസ്, കോട്ടയ്ക്കൽ മിംസ്. അപ്പോൾ മമ്മേൻ്റെ കൺസൾട്ടേഷൻ ഏപ്രിൽ 4-ാം തീയതിയാണ്. അപ്പോൾ കഴിഞ്ഞ വട്ടത്തെ റിസൾട്ട് കാണിക്കാൻ പോയപ്പോൾ MRI സ്കാൻ ഇല്ലാത്തതുകൊണ്ട് ഡോക്ടർ നല്ല ചീത്ത പറഞ്ഞു. അപ്പോൾ അത് കാരണം ഇപ്പം എന്തായാലും മസ്റ്റായിട്ട് പോയി എടുക്കണം എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതെ അനിയത്തി പേടിച്ചിരിക്കുകയാണ്. MRI സ്കാൻ ഞാൻ പറഞ്ഞ് ഭയങ്കര പേടിപ്പിച്ചിട്ടുണ്ട്. സൂചി കുത്തും, മയക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതെ ഞങ്ങളുടെ ഓരോ കോപ്രായങ്ങളാണ് ബോറടിച്ചിരുന്നിട്ട്. അപ്പം മമ്മ അങ്ങോട്ട് അകത്തോട്ട് പോയി. കുറച്ച് നേരം ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു അവൾ. കാരണം ഞാൻ കുറേ പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, സൂചി കുത്തും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ബോറടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോന്ന് ചെയ്യുകയാണ്. ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞ അവളുടെ അവസ്ഥ ചിലപ്പോൾ ഇത്ര ഞാൻ നടന്നോളി. അതിൻ്റെ ദീദീൻ്റെ ഇത് കൂടെ പോയിക്കൊണ്ടു. അപ്പം ഇത് കൂടെ ദീദി എന്നിട്ട് വന്നപ്പോൾ അപ്പയ്ക്ക് അയച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുക അല്ലേ? അങ്ങനെ ഞങ്ങൾ ട്രെൻഡ്സ് കയറിയിട്ട് ഓരോ ഡ്രസ്സ് ഇങ്ങനെ ട്രയലിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ എല്ലാതും എനിക്കിഷ്ടപ്പെട്ടു. പക്ഷെ അങ്ങനെ എല്ലാം വാങ്ങാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഒന്ന് ഉറപ്പിച്ചു, അതെന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഇടും. അപ്പോൾ ബില്ലടിക്കാൻ നേരത്ത് അവൾക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ബില്ലടിച്ച് തീർന്നാൽ മതി എന്നുള്ള അതിൽ നിൽക്കുകയാണ്. അങ്ങനെ മമ്മ ആദ്യം ഇറങ്ങി ഓടി, പിന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്ന വഴി അവൾക്ക് ഓരോ സ്റ്റോപ്പാണ്. ഓരോ ഡ്രസ്സും ബാഗും ഇയറിങ്സൊക്കെ കാണുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങളാണ് അവസാനം. അപ്പോൾ ഗൈസ്, അപ്പോൾ പകുതി വെച്ച് സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടി വെച്ചിട്ട് ഇപ്പോഴാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് മാളിൽ കൂടെ ഒന്ന് കയറി. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. അപ്പോൾ വളാഞ്ചേരി 6-ാം മോളിലാണ് കയറിയത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഈദ് വ്ളോഗുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ബൈ, സീ യു.